ഞാനാണ് ആദ്യം പോയത്. അപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ വന്നു ഇവിടെ, നിങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കയറിയത്? ഭയങ്കര വിഷയം. എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനകത്തിരുത്തി ഞാൻ കുടുങ്ങി പോകണം. അവസാനം ഞാൻ അവിടെ കാലം പിടിച്ചു. ഹിമാലയൻ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. വളരെ റിസ്ക് ഉള്ള ഒരു യാത്ര, ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ട യാത്ര. ആ ഒരു സ്ഥലത്തേക്ക് സാറ് 3 വ്യത്യസ്ത റൂട്ടുകളിലായിട്ടാണ് സഞ്ചരിച്ചത്. എല്ലാ യാത്രകളും, ഹിമാലയത്തിലോട്ടുള്ള എല്ലാ യാത്രകളും റിസ്ക് ഉള്ളതാണ്. ഹിമാലയത്തിന് ഒരു സ്വഭാവമുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായ ഒരു പർവ്വതമാണ്. ഓൾവേസ് ഷൂട്ടിംഗ് സ്റ്റോൺസ് ആണ്. ടെറൈനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ നമ്മളെ പെട്ടുപോകും. നോക്കത്തോ ദൂരം മഞ്ഞ്. ആർമിക്കാരില്ലായിരുന്ന അവിടെ ആരും രക്ഷപ്പെടില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്ക്. ഐസിന്റെ ഗുഹയ്ക്കകത്തൂടെ സഞ്ചരിക്കും പോലെ ഇരിക്കും ഈ വണ്ടി പോകുന്നത്. പിന്നെ ഭീകരമാണ്. ഒറ്റ മനുഷ്യരില്ല, ഭീതിപ്പെടുത്തും നമ്മളെ. കാലാവസ്ഥയാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ലോകത്തിലെ 2ാമത്തെ തണുപ്പുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയിലെ ദ്രാസാണ്. 1996 -65 പോയി. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെടില്ല എന്നാണ് വിചാരിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞു പുതച്ച ഹിമാലയത്തിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കാത്ത ഒരു യാത്രക്കാരൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ ഹിമാലയത്തിലെ ഭൂപ്രകൃതി, അവിടുത്തെ അനുഭവങ്ങൾ, ഇതെല്ലാം കേൾക്കാൻ നമുക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവും. നമുക്കിതൊക്കെ പങ്കുവെച്ച് തരാനായിട്ട്, നമ്മളോട് ഇതെല്ലാം പറയാനായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് പത്മകുമാർജിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്ത റൂട്ടുകളിലായിട്ടാണ് അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്തത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. നമസ്കാരം സർ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹിമാലയൻ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. വളരെ റിസ്ക് ഉള്ള ഒരു യാത്ര, ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ട യാത്ര. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് സാറ് 3 വ്യത്യസ്ത റൂട്ടുകളിലായിട്ടാണ് സഞ്ചരിച്ചത്. അതിനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് പറയുമ്പോൾ യാത്രകൾ നമുക്ക് എപ്പോഴും ഒരു ഹരമാണ്. അത് പല രീതിയിലായിരിക്കും ഓരോരുത്തരും സഞ്ചരിക്കുന്നത്, അല്ലേ? ചിലർ പെട്ടെന്ന് പോയിട്ട് സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരും. ഈ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ലോകത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചത്, അല്ലേ? അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ 2 വീലറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും റിസ്ക് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ സേഫ്റ്റി. 2ാമത് വണ്ടിയുടെ സേഫ്റ്റി. 3ാമത് അപ്പുറം ഇപ്പുറം പോകുന്ന ആളിൻ്റെ സേഫ്റ്റി, മീൻസ് യാത്രക്കാരുടെ മറ്റു വണ്ടികൾ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനൊരു പ്രോപ്പർ ഒരു ട്രെയിനിങ് ഉണ്ട്. അത് നമ്മൾ ശരിക്കും ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെ റൈഡേഴ്സിനെ ഫോളോ ചെയ്യുക. എത്ര നാളെടുക്കുന്ന ഒരു ട്രെയിനിങ് അത്? ഇത് ആക്ച്വലി നമ്മളൊരു 1-2 മാസമൊക്കെ, ഇതിൻ്റെ ഒരു മാസമൊക്കെ ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. അതായത് ഈ വലിയ റൈഡേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു മാനസികമായിട്ട് ഞാനൊരു ഗുരുവിനെ പോലെ വെച്ചേക്കുന്ന ഒരു നെതർലാൻഡ്സിലുള്ള ഒരു ലേഡിയാണ്. ഇച്ചി ബൂട്ട്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. നൊറാലി എന്നാണ് പേര്. അപ്പം ഞാൻ അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അവർ എത്രയോ മാസങ്ങൾ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ പോയിട്ട് 30 ദിവസം 40 ദിവസം ആകുമ്പോൾ തിരിച്ചു വരുമല്ലോ. ഇവർ 6 മാസം 1 വർഷം ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇപ്പോൾ ഹിമാലയൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഒരു ഇതുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അവരുടെ കയ്യിലാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ജൂനിയറാണ്. പക്ഷേ അവർ നല്ലൊരു റൈഡറാണ്. ഞാൻ അവരെ കൃത്യമായിട്ടും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേൾഡിലെ അല്ലാത്ത റൈഡേഴ്സ് ഉണ്ട്, നമ്മുടെ മലയാളികളായിട്ടുള്ള റൈഡേഴ്സ് ഉണ്ട്. ഇവരുമായിട്ട് ചാറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ എക്സ്പേർട്ടുകളുണ്ട്. അവരുമായിട്ട് നമ്മൾ ഓൺലൈനിൽ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് ഇതിന് എന്തൊക്കെ ചെയ്യണം, എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഈ ട്രെയിനിങ് സെഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അല്ല, നമ്മുടെ എങ്ങനെയാണ് ഒരു റൈഡർ ആകുന്നത്, പിന്നെ നമുക്കൊരു റൈഡ് ചെയ്യാനുള്ള നമ്മുടെ ഒരു വേ ഓഫ് റൈഡ് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ മറ്റേ വഴിയല്ല, റൂട്ടല്ല. ഇതെങ്ങനെ ഒരു റൈഡർ ആവും, അതിന് നമുക്ക് എന്തൊക്കെ വേണം, മെഡിക്കലി നമ്മൾ എങ്ങനെ ഫിറ്റ് ആയിരിക്കണം, നമ്മൾ നിയമങ്ങൾ എന്തൊക്കെ പാലിക്കണം. റൈഡേഴ്സിന് പ്രത്യേകം ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോ റൈഡേഴ്സിന് എങ്ങനെ നമ്മുടെ കൂടെ, ഇപ്പോൾ ഞാൻ ഹിമാലയം കയറി പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല വഴിയൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ കയറി അങ്ങ് പോകും. ചിലപ്പോൾ ബാക്കിലുള്ളവർ ഒരുപാട് ബാക്കിലായി. ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ സിഗ്നൽ, അതിൻ്റെ നമ്മുടെ ഇപ്പോൾ മെസ്സേജുകൾ എങ്ങനെ നമ്മൾ പാസ് ചെയ്യും, നമ്മൾ എവിടെയൊക്കെ താമസിക്കാം, ആഹാരത്തിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, നമ്മുടെ ഡെയിലി റൊട്ടീൻ, ഇതൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളത് സംശയങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുക. പിന്നെ നമ്മൾ ചെറിയ റൈഡുകൾ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ചെറിയ റൈഡുകൾ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ റൈഡിൻ്റെ കുഴപ്പം എന്താണ്, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റണം, പിന്നെ എങ്ങനെ റൈഡ് ചെയ്യണം. അപ്പോൾ അത് തന്നെ ചില കമ്പനികൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഹോണ്ടയുടെ ആണ്. അപ്പോൾ ഹോണ്ടയുടെ ഒരു ക്ലബ്ബുണ്ട്. നമ്മൾ അത് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പോരായ്മകൾ മനസ്സിലാവും. കോ റൈഡേഴ്സ് ഉണ്ടാവും. പിന്നെ ഹാർലിയുടെ ക്ലബ്ബുണ്ട്. അങ്ങനെ ഓരോ വണ്ടികളും ക്ലബ്ബുണ്ട്. അപ്പോൾ ഇങ്ങനെ
നമ്മൾ റൈഡ് ചെയ്ത് നമ്മുടെ പോരായ്മകൾ ക്ലിയർ ചെയ്തതിന് ശേഷം ദീർഘകാലം, അതായത് 1 വർഷമൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അങ്ങനെ നമ്മളൊരു റൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് ഈ സ്ഥലത്തോട്ട് പോണത്. ഹിമാലയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചൂസ് ചെയ്തല്ലേ ചെറിയ ചെറിയ യാത്രകൾ പോയി പരിശീലിക്കണം, അങ്ങനെ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയി. ആക്ച്വലി ഇപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ചിട്ട് നേരെ വയനാട്, കോഴിക്കോട്, വയനാട്, മൈസൂർ കയറി, ഊട്ടി കയറി ഇങ്ങനെ തിരിച്ചു വന്ന റൂട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും 1 ഡേ റൈഡുണ്ട്, 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന റൈഡുകളുണ്ട്. ഇങ്ങനെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ റൈഡ് ചെയ്ത്, തമിഴ്നാടിൻ്റെ, കേരളത്തിൻ്റെ, കർണാടകത്തിൻ്റെ ചെറിയ ചെറിയ റൈഡുകൾ, പിന്നെ 1 ഡേ റൈഡ്, ഇങ്ങനെ ഏകദേശം ഒരു 30ഓളം റൈഡുകൾ ഞാൻ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഒരു വലിയ റൈഡ് ചെയ്യാൻ പോയത്. സാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളൊരു ഇതില്ലാതെ നമ്മൾ പോകുന്ന വഴിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാമോ ആ സ്ഥലങ്ങളെല്ലാം കണ്ട് എല്ലാ എക്സ്പീരിയൻസും എടുത്തിട്ട് പോകുന്ന ഒരു രീതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ യാത്ര ഭയങ്കര ബോറായി പോകും. ഇപ്പോൾ എന്താണ്, ഞാൻ ഈ 3 വ്യത്യസ്ത ടെറൈനിൽ കൂടെ ഹിമാലയം കയറുമ്പോഴും ഞാൻ അതിനൊരു തീം വച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കാർദുംഗുല സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഗ്രാമങ്ങളിൽ കൂടെയാണ് സഞ്ചരിച്ചത്. നാഷണൽ ഹൈവേ ഞാനൊരു 150 കിലോമീറ്റർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ഗ്രാമങ്ങളിൽ കൂടെയാണ് സഞ്ചരിച്ചത്. 150 അല്ല, ആക്ച്വലി നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും നാഷണൽ ഹൈവേ വഴി തന്നെ പോകണം. പക്ഷേ ഗുജറാത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കല്ലാത്ത കുറേ ഈ ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അങ്ങനെയാണ് പോയത് ഞാൻ. ഇവിടെ നമ്മുടെ ഇപ്പം ഞാൻ പോയത് സ്പിറ്റി കവർ ചെയ്ത് കാസ പോയത് ഹൈവേയിൽ കൂടെയായിരുന്നു. അപ്പോൾ ആ റൂട്ട് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. നമ്മൾ ഭയങ്കര റിസ്ക്കിയാണ്, കാര്യം അതൊരു കോൾഡ് ഡെസേർട്ടാണ്. പിന്നെ അതിനേക്കാളും ഇതും ഭയങ്കര റിസ്ക്കിയാണ്. ഏതാണ് ഈ നമ്മുടെ എല്ലാ യാത്രകളും, ഹിമാലയത്തിലോട്ടുള്ള എല്ലാ യാത്രകളും റിസ്ക് ഉള്ളതാണ്. ഏകദേശം അതിൻ്റെ ആ ഹിമാലയൻ റേഞ്ചിലോട്ട് കടന്നു കഴിയുമ്പോൾ ഹിമാലയത്തിന് ഒരു സ്വഭാവമുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായൊരു പർവ്വതമാണത്. അപ്പോൾ ഇത് ഉറച്ചിട്ടില്ല, ഓൾവേസ് ഷൂട്ടിംഗ് സ്റ്റോൺസ് ആണ്. മുകളിൽ നിന്ന് കല്ലിങ്ങനെ വീണുകൊണ്ടിരിക്കും, എപ്പോഴും ചെറിയ കല്ല് വലിയ കല്ല് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര കരുതി വേണം പോകാൻ. അപ്പോൾ അത് പോകുന്നവർ ഇതിനു വേണ്ടി തയ്യാറെടുത്ത, നമ്മൾ ഏത് ടെറൈനിലാണോ യാത്ര ചെയ്യുന്നത് ആ ടെറൈനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോഴത്തെ എൻ്റെ യാത്രയിൽ പോലും ഞാൻ 5 ദിവസം എനിക്ക് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ മണാലി വഴി സ്പിറ്റി കയറാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കുളുവിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് മണാലി റോഡ് ക്ലോസ്ഡ് ആണ്, ഐസ് വീണിട്ടെന്ന്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു 250 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്ത്, അതായത് മല കയറുന്നു ഇറങ്ങുന്നു ഇങ്ങനെ ഓഫ് റോഡ് ചെയ്തിട്ടാണ് ഈ ഷിംല ഹൈവേയിൽ കയറിയത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ യാത്ര ചെയ്ത് സ്പിറ്റി തുടങ്ങുന്ന റക്കിയാങ് പിയോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് നാക്കോ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അവിടെ പോയി തങ്ങി. അടുത്ത ദിവസം രാത്രിയിലാണ് റോഡ് ഫുൾ തകർന്നു പോയി. ഈ ഗ്രാമങ്ങളിൽ പോയി തങ്ങി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരായിട്ടുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ഭയങ്കര ഇവര് കുറെ ആൾക്കാരൊക്കെ ഈ ഗ്രാമങ്ങളെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ലിമിറ്റഡ് ആണ്. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ അവിടെ ഒരു 10-30 വീട് അല്ലെങ്കിൽ 20-25 വീട് അത്രേ കാണുള്ളൂ. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ്. ചിലപ്പോൾ ചില ആൾക്കാർ കാശേ വാങ്ങിക്കൂല, അവർ ഭയങ്കര അത് ഭയങ്കര ശരിക്കും അവരുടെ വീട്ടിൽ. ഞാൻ ഈ ശ്രീനഗറിൽ ഞാൻ പോയപ്പോൾ ഒരു 5 ദിവസം ഒരാളുടെ വീട്ടിൽ താമസിക്കുന്നു. അവസാനം ഞാൻ അവിടെ വീട്ടുകാരനെ പോലെയായി. ആ ഗസ്റ്റ് വരുമ്പോൾ അവർ ഗസ്റ്റ് റൂമിൽ ഇരുത്തിയിട്ട് ആഹാരം കൊടുക്കും. ഞാൻ അടുക്കളയിൽ പോയിരുന്നിട്ട് ഇവരുടെ മക്കളെ കൂടെയൊക്കെ അവരിങ്ങനെ റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് തരും, ചിക്കനൊക്കെ തരും. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ ഒരു വീട്ടുകാരനെ പോലെയായി. ഒരു 5 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വീട്ടുകാരനെ പോലെയാവും. പിന്നെ അത് ഭയങ്കര സംഭവം. ഇതായത് നമ്മൾ ഈ യാത്ര എന്ന് പറയുമ്പം ജീവിതങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ഭയങ്കര ചിലപ്പോൾ നമ്മുടെ ഭയങ്കര അംബിഷൻ എന്താ, ഒരു വലിയ വീട് വയ്ക്കണം, വലിയ കാറ് വയ്ക്കണം. ഇതൊന്നും ഇല്ലാതെ ഹിമാലയത്തിൻ്റെ ഏതോ കോണിൽ ഒരു ഹോസ്പിറ്റലില്ലാതെ ഒരു ബസ് വരാത്ത റൂട്ടിൽ താമസിക്കുന്ന ഒരാളിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ഇവരുടെ വീടുകളൊക്കെ കല്ലുകൾ ഇങ്ങനെ പറക്കി അടുക്കി വെച്ചിട്ട് അവിടെ തടികളും കൊണ്ടുള്ള വീടുകളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഫാമിലി ജീവിക്കുന്നു. അവർക്ക് ആ ഒരൊറ്റ ഹാളേ ഉള്ളൂ. ആ ഒരു ഹാളിൻ്റെ നടുക്ക് ഒരു മറ്റേ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. അത്രേ ഉള്ളൂ അവരുടെ. പക്ഷെ അവരവിടെ സന്തോഷമായിട്ട് ഇല്ലേ? അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഈ യാത്രകളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് പഠിക്കാൻ കൂടെയാണ്. നമ്മുടെ ജീവിതം വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അവരെങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ മതി, ഇത്രയുണ്ടെങ്കിലും നമ്മൾ ബേസിക്കാണ്, നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു ഇത് നമ്മൾ. പിന്നെ അവർ സ്നേഹത്തോടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്,
ഇവർ ഇത്രയും പേര് താമസിക്കുകയാണെങ്കിലും അവരുടെ ഒരു സ്നേഹവും പരസ്പരമുള്ള ഒരു ഈ ബോണ്ടും ഭയങ്കര സംഭവം അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോണ്ടിൽ വെച്ചിട്ടാണ് നമ്മളെയും കാണുന്നത്. നമുക്കവർ ഫുഡ് ഉണ്ടാക്കി തരും. ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 ദിവസം താമസിക്കുകയാണെങ്കിൽ നോർമലി ഒരു കുറച്ച് നമ്മളടുത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ കാശ് വാങ്ങിക്കില്ല. 5 ദിവസം അതിന് കാശ് വാങ്ങി. ഇപ്പം ഞാൻ 2 ദിവസം നാക്കുവിലൊരു വീട്ടിൽ താമസിച്ചില്ലേ, അവർ എക്സ്ട്രാ, അതായത് അവർ അവിടെ റോഡ് ഇടിഞ്ഞു പോയിട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് താമസിക്കേണ്ടി വന്നു. അവർ നമ്മുടെ ഇന്ന് ഭയങ്കര കുറച്ച് ശരിക്കും പറഞ്ഞാൽ 1 ദിവസത്തേക്കുള്ള കാശ് ആണ് നമ്മുടെ ഇന്ന് വാങ്ങിച്ചത്. ഈ 2 ദിവസത്തേക്ക് കുറച്ച് അവരുണ്ടാക്കി തന്ന് 3 നേരം ആഹാരം കഴിച്ചുകൊണ്ട് അവിടെ കിടക്കുക. ചായ മുതൽ രാത്രിയുള്ള ഫുഡ് വരെ എല്ലാം കുറച്ചൊക്കെ വാങ്ങി. അത്രേ ഉള്ളൂ. പിന്നെ കാലാവസ്ഥയാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. കാലാവസ്ഥയാണ് ഭയങ്കര. ഇത് നമ്മൾ അത്രയും അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം. കാലാവസ്ഥ നമ്മൾ ഇപ്പം സ്പിറ്റിയിലെന്ന് പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ -4 ആയിരുന്നു. ഈ -4 എന്ന് വെച്ചാൽ നമ്മുടെ എല്ല് തുളച്ച് കയറുന്ന തണുപ്പാണ്. അതേസമയം നമുക്കിപ്പോൾ ശ്രീനഗറിൽ വരുമ്പോഴത്തേക്കൊരു -5 or 6 ആണെങ്കിലും നമുക്ക് ഇത്രയും ഫീൽ ചെയ്യില്ല. കുറച്ചുകൂടെ നമുക്ക് പൊതുവെ മലയാളികൾക്ക് മഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കൊതിയാണ്. അതെ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ഏറ്റവും എക്സ്ട്രീം വെർഷൻ മനസ്സിലാവുന്നത്. മഞ്ഞിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ റൈഡിൽ 2025 ഞാൻ കാർദുംഗല സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാർദുംഗല കയറണം. അപ്പം ഞാൻ മാർച്ച് 16-ാം തീയതിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിക്കുന്നത്. ഈ മാർച്ച് 16-ാം തീയതി തിരിക്കുമ്പോൾ ഞാൻ അവിടെ ഏകദേശം ഏപ്രിൽ 3 ഇതിൻ്റെ ലാസ്റ്റ് മാർച്ച് എൻഡിൽ ഞാൻ അവിടെ എത്തും. ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ. അവിടെ ചെന്നപ്പം ശ്രീനഗർ കഴിഞ്ഞു. അവിടെ എക്സ്ട്രീം തണുപ്പാണ്. അതിന് മെയ് ആണ് അവിടുത്തെ സീസൺ. എക്സ്ട്രീം തണുപ്പാണ്. ഇത് ശ്രീനഗർ കഴിഞ്ഞു സോൻമാർഗ് പോയി. സോൻമാർഗിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വിടില്ല. സോൻമാർഗിൽ നിന്ന് ബൈക്ക് വിടില്ല. അവിടെ അവർക്ക് മുകളിൽ സപ്ലൈ ചെയ്യാനുള്ള മുകളിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ്രാസ് പിന്നെ കാർഗിൽ അങ്ങനെ പോവും സ്ഥലങ്ങൾ. അവിടെ സപ്ലൈ ചെയ്യാനുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. അരി പൊലവഞ്ഞനം അങ്ങനത്തെ മലക്കറി ജീപ്പ് അതായത് ബൊലേറോയുടെ 4 വീലുള്ള ട്രക്ക് അതാണ് അതേ പോവുള്ളൂ. പിന്നെ ആർമി വെഹിക്കിൾസ്, പിന്നെ അവിടെ സോജില പാസിൻ്റെ പണി കിടക്കുന്നുണ്ട്. ഇവരുടെ വണ്ടികൾ മാത്രമേ പോകണുള്ളൂ. അപ്പം നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഒറ്റ റൈഡറേ ഉള്ളൂ. പോലീസ് എന്നെ തടഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ പോലീസുകാരുടെ അടുത്ത് നമ്മൾ പറയുമല്ലോ, കാലി പിടിച്ചുകൊണ്ടെങ്കിലും പറയും. അപ്പോൾ പുള്ളി എന്നെ ഒരു ഓഫീസറെ അടുത്ത് കൊണ്ടുപോയി പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞിട്ട് എനിക്ക് കേൾക്കാത്തതുകൊണ്ടാണ് പുള്ളി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെർമിഷൻ തരാത്തത് എന്നുള്ളത്. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ റൂട്ടിൽ കൂടെ 2 വീലർ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ, ടൂറിസ്റ്റ് വണ്ടികൾ നിരോധിച്ചിരിക്കുന്നു. പിന്നെ അപകടകരമായ റൂട്ടാണ് സോജില പാസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ ഈ 4 വീലുള്ള വണ്ടി പോകുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് 2 വീലുള്ള വണ്ടി കൊണ്ട് പോയിക്കൂടാ? അതൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു രക്ഷയില്ല. അപ്പോൾ പറഞ്ഞു സോറി എന്ന് പറഞ്ഞ് നമ്മളെ പുറത്ത് വിട്ടു. എന്നിട്ട് ഞാൻ ഈ പോലീസുകാരുടെ അടുത്ത് വീണ്ടും ചോദിച്ചു, ഞാനിങ്ങനെ സൗത്തിൽ നിന്ന് വരണതാണ് വണ്ടി ഓടിച്ച്. അപ്പോൾ എനിക്ക് ഒരു 3-4 റൈഡേഴ്സും കൂടെ ആയി. വണ്ടി ഓടിച്ച് വരുന്നതാണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. ഒരു ട്രക്ക് പിടിക്കുക, ട്രക്കിന് എന്തായാലും പോവാം. ഈ ട്രക്ക് എടുത്തിട്ട് നിങ്ങളുടെ വണ്ടി അതിൽ കയറ്റണം. നിങ്ങളുടെ വണ്ടി കയറ്റിയിട്ട് നേരെ മുകളിൽ 36 കിലോമീറ്ററാണ് ലഡാക്ക് ഗേറ്റ് വരുന്നത്. അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അവിടെ നിന്ന് റൈഡ് ചെയ്ത് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ പുള്ളിയുടെ പെർമിഷൻ വേണം, ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ നേരെ പുള്ളിയുടെ അടുത്ത് പോയി. പുള്ളി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിരുന്നു. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതാണ്. ഞാൻ സൗത്തിൽ നിന്ന് വരണോണ്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ചോദിക്കുന്നത്, വേറെ റൈഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഉടൻ തന്നെ ലഡാക്ക് ഗേറ്റിലോട്ട് വിളിച്ചു. നിങ്ങളിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഐസുണ്ട്, പക്ഷേ റോഡ് സ്മൂത്താണ്, ലൈറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ പുള്ളി പറഞ്ഞു ശരി എന്നാൽ ഓക്കെ. പുള്ളി ഒരു അർത്ഥം മനസ്സിലായി. അവസാനം ഞാൻ പുള്ളിയെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് സംഭവം റെഡിയാക്കി 2 വണ്ടി വിളിച്ചു. കാര്യം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 റൈഡേഴ്സ് ഇതിനിടയ്ക്ക് വന്നു. അവരെൻ്റെ കൂടെ വരാൻ തയ്യാറായി. അപ്പോൾ 2 വണ്ടി വിളിച്ചിട്ട് ഞാൻ ഇതിനെ പതുക്കെ വലിയൊരു ഇറക്കത്തും ആ വണ്ടി കൊണ്ട് നിർത്തി പലകയൊക്കെ ഇട്ട് ഈ വണ്ടി ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിറ്റാണ്. അത് ഭയങ്കര വെയിറ്റും ഭയങ്കര സൈസുമാണ്. 2 വണ്ടി ഒരു ഒന്നിലും വേറൊരു വണ്ടി ഒന്നിലുമായിട്ട് കയറ്റി 15,000 രൂപ കൊടുത്തു. 36 കിലോമീറ്റർ പോകാനാണ്. 15,000 രൂപ കൊടുത്തിട്ട് നേരെ അപ്പുറത്ത് കൊണ്ട് ഇറക്കണം. അവിടെ ചെന്നപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. അവിടെ അവരൊക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അതിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാനാണ് ആദ്യം പോയത്. അപ്പോൾ എന്നെ കണ്ടിട്ട് അവർ നിങ്ങളെങ്ങനെ വന്നു ഇവിടെ? ഈ ബാൻ ചെയ്തേക്കുന്ന, നിങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ,
എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കയറിയതെന്ന് ഭയങ്കര വിഷയമായി. എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനകത്തിരുത്തി സംഭവം. അപ്പോഴത്തേക്ക് മറ്റവർ രണ്ടുപേരും വരുന്നേ ഉള്ളൂ, കാരണം ഇവരെ വണ്ടി ഇറക്കാൻ കുറച്ച് താമസിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയിട്ട് അവിടെ കയറ്റി വിടുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്നെ കയറ്റി അപ്പുറത്ത് പോയി. പക്ഷേ ഞാൻ പെർമിഷൻ ഇത് കൊടുത്താലേ ഓക്കെ ആണെന്ന് പറഞ്ഞാലേ വരുള്ളൂ, ഇല്ലെങ്കിൽ അവർ ഈ വണ്ടിയും കൊണ്ട് തിരിച്ചങ്ങ് പോകും. ഞാൻ കുടുങ്ങി പോകും അവിടെ. അവസാനം ഞാൻ അവരുടെ കാല് പിടിച്ചു. ഞാൻ പിന്നെ എല്ലാ വീഡിയോയും കാണിച്ചു കൊടുത്തു, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു, ഈ മഞ്ഞിൽ കൂടെ വരുന്നതും സംഭവവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് ശരി ഓക്കെ അവരെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ അവിടെ കൊണ്ടുവന്നു. പിന്നെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ സേഫായിട്ട് എവിടെയെങ്കിലും എത്തിക്കുക. അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എവിടെ താമസിക്കും? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാർഗിലാണ്, ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണല്ലോ, കാർഗിലാണ് താമസിക്കുന്നത്. എന്നാൽ നിങ്ങളിന്ന് കാർഗിലെത്തില്ല, ഇവർ തന്നെ വിളിച്ചിട്ട് ദ്രാസിൽ വേറൊരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തു. ഹോം സ്റ്റേ അറേഞ്ച് ചെയ്ത് അവരെ വിളിച്ച് പറഞ്ഞു ഇവർ 3 പേര് വരുന്നുണ്ട്, നിങ്ങൾ അവിടെ താമസിച്ചോളാം. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ പോയി താമസിച്ചു. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ലോകത്തിലെ 2ാമത്തെ തണുപ്പുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയിലെ ദ്രാസാണ്. ഫസ്റ്റ് അന്റാർട്ടിക്ക ആണല്ലോ, അപ്പോൾ 2ാമത്തെ സ്ഥലം എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. അവിടെ വണ്ടിയൊക്കെ രാവിലെ ഇപ്പോൾ ഫ്രീസായി അങ്ങനെ ഇരിക്കുക, ഐസൊക്കെ അവിടെ ഞാൻ പോയപ്പോൾ -14 പക്ഷേ 1996 -65 പോയി. അതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അതെ 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 പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ, അടിപൊളി സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല വിശാലമായ മഞ്ഞ് മൂടിയ പർവ്വതം, എല്ലാം നല്ല ഒരു ഫ്രീസായിട്ടുള്ള ഒരു തടാകം, ഇതൊക്കെ കാണാം. അതെ, പക്ഷേ ഈ സോജില കയറി വരുന്നില്ലേ, ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെടില്ല എന്നാണ് വിചാരിച്ചത്. അത്രയും നമ്മളെ ഭീതിപ്പെടുത്തി. ഈ 36 കിലോമീറ്ററും നോക്കത്തോ ദൂരം മഞ്ഞ്, കറുത്ത മഞ്ഞും വലിയ മലകളും. നമ്മളൊരു ഈ ആർമിക്കാരില്ലായിരുന്ന അവിടെ ആരും രക്ഷപ്പെടില്ല. ഇവരിതിനെ എന്ത് ചെയ്തേക്കെന്ന് വെച്ചാൽ ഐസിനെ റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, റോഡിൽ ഏകദേശം 20 ഫീറ്റ് 20 അടി ഐസുണ്ട്. ഇതിനെ അവർ റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കാം. ഇത് നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ, ഐസിൻ്റെ ഗുഹയ്ക്കകത്തൂടെ സഞ്ചരിക്കും പോലെ ഇരിക്കും ഈ വണ്ടി പോകുമ്പോൾ. പിന്നെ ഭീകരമാണ്, ഒറ്റ മനുഷ്യരില്ല. നമ്മളിതിങ്ങനെ വണ്ടിയില്ല. അപ്പോൾ ഒറ്റയ്ക്കായിട്ട് പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യരില്ല. വലിയ വലിയ മഞ്ഞുമലകൾ, വലിയ ഭീതിപ്പെടുത്തും നമ്മളത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് ഇത് കാണാൻ. അങ്ങനെ ഈ അവസ്ഥയിലും ഈ 14 ഡിഗ്രിയിലും അവിടെ ആൾക്കാർ താമസമുണ്ട്, അവിടെ സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചന്ത വർക്ക് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കി, അവിടുത്തെ ഡെയിലി റൊട്ടീൻ അങ്ങനെയായിട്ട് മാറി. അവർക്കത് യൂഷ്വലാണ്, അവരുടെ ക്ലൈമറ്റ് അതാണ്. അതന്നെ. പിന്നെ ഫസ്റ്റ് യാത്ര എന്തായിരുന്നു? ഫസ്റ്റ് യാത്ര എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും നമ്മുടെ എൻ്റെ അച്ഛനും അമ്മയും യാത്ര ചെയ്യുന്നവരായിരുന്നു ആക്ച്വലി. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഈ നമ്മളൊരു അച്ഛൻ പെൻഷനായതിനു ശേഷമൊക്കെയുള്ള, ഇപ്പോൾ എൻ്റെ അനിയൻ ആർമിയിലാണ്. അവൻ എവിടെ പോയാലും ഈ യാത്രയിൽ അച്ഛൻ്റെ അമ്മേനെ കമ്പം കാരണം 6 മാസം അവിടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ഫസ്റ്റിലെ ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ ഒരു സീൻ അത് കന്യാകുമാരിയിലേക്കായിരുന്നു. ബസ്സിൻ്റെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ അവിടെ ഇരിക്കാൻ നമ്മൾ പ്രദേശം തമ്മിൽ അടിയുണ്ടാക്കും. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ്. പിന്നെ യാത്രകൾ നമ്മുടെ ഒരു ശരിക്കും ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ ഞാൻ ചെറിയ ചെറിയ യാത്രകൾ ചെയ്തു തുടങ്ങി. ഇതുകൊണ്ടായിരിക്കും, ആ ഒരു ജീൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടായിരിക്കും മേ ബി. അപ്പം അത് കഴിഞ്ഞ് അമ്മ ഇപ്പോൾ അവസാനം അമ്മയുടെ മരിക്കുന്നതിന് മുമ്പും തന്നെ അമ്മ വലിയ യാത്രകൾ ചെയ്തിരുന്നു. അങ്ങനെ അമ്മ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ യാത്രകൾ പിന്നെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയിലുള്ളത് സൈക്കിളിൽ പോലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പണ്ട്, അതിപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഈ ഇടയ്ക്ക് ഒരെണ്ണം വന്നു മെമ്മറി, ഇപ്പോഴത്തേതുമായിട്ട് വരുന്നത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഒരു 10-13 വർഷം മുമ്പ് ഞാൻ അവിടെ ബിരുദാചലത്ത് പോയി ഇറങ്ങിയിട്ട് ഞങ്ങൾ സൈക്കിൾ, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സൈക്കിൾ എടുത്തു അവിടെ റെൻറ്റിന്. ഈ ഗ്രാമങ്ങളിൽ കൂടെ ഏകദേശം 40 കിലോമീറ്റർ കറങ്ങി. അത് ഭയങ്കര രസമുള്ള യാത്ര, മറക്കാൻ പറ്റാത്ത യാത്രകളിലൊന്നാണ്. സൈക്കിളിൽ ഇങ്ങനെ റൂട്ട് പോയിട്ട് വരുന്നത് മുതൽ ഏകദേശം 2015 വരെ ചെറിയ അങ്ങനത്തെ യാത്രകൾ ചെയ്തുകൊണ്ട് 2015 ആയപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി വിദേശ യാത്ര പോകാം. ഇങ്ങനെ വിദേശ യാത്ര ഏകദേശം ഒരു 4 രാജ്യങ്ങൾ, നേപ്പാൾ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് കൊറോണ തുടങ്ങിയത്. ഈ കൊറോണയുടെ സമയത്തും ഞാൻ വിയറ്റ്നാമിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെയായിരുന്നു, വിയറ്റ്നാമിലേക്ക്. അപ്പോൾ അത് ഞാൻ പോകുന്നതിന് 3 ദിവസം മുമ്പ് ഉള്ള ഒരു ദിവസമാണ് പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. എന്നാലും പോകാനുള്ള, എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊരു സംഭവം, എങ്കിൽ അവിടെ പെട്ടുപോയാണ്. പിന്നെ
അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പീരീഡ് കൊറോണ ടൈം ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ത്യ കാണാം. അപ്പോഴാണ് ഞാൻ എന്നെ ഒരു റൈഡറായിട്ട് ശരിക്കും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ആൾക്കാർ അല്ലാതെ വ്യത്യസ്തമായിട്ട് റൈഡ് ചെയ്യുന്നത് ആരാണ്, എന്താണ് സംഭവം, ഇതിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഈ റൈഡിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട്, മോട്ടോർ ബൈക്ക് റൈഡിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു എൻ്റെ യാത്രകൾ. അങ്ങനെ ഞാനപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങി. ആദ്യം എനിക്ക് ഇന്ത്യ കാണണം. ഇന്ത്യ എന്ന് പറഞ്ഞ ഡൈവേഴ്സിറ്റി ആ ഒരു രക്ഷയില്ലാത്തത്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഭാഷയിൽ തന്നെ അറിയാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അങ്ങോട്ട് പോയി ഭാഷ തന്നെ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ വ്യത്യാസമാണ്. ഇങ്ങനെ ഒരു 100 കിലോമീറ്റർ 50 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഉള്ള ആൾക്കാർ ലോകത്തില്ല. ഞാനിപ്പോൾ ഇത്രയും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ എല്ലാം ഒരേ സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയാലും വിയറ്റ്നാമിൽ പോയാലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ പോയാലും അവിടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ്, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, ഭാഷ, ആചാരങ്ങൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ത്യ കാണുക എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു റൈഡ്, ഹിമാലയത്തിലേക്കൊരു റൈഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറോണയുടെ ആഗ്രഹമാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹിമാലയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ചില പോയിന്റുകൾ ഇങ്ങനെ വീണ് കിടക്കും. ഇത് വർക്കൗട്ട് ആകുന്നത് നമ്മളൊരു കുറച്ച് ഇതായിട്ട് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം ഹിമാലയം എന്നുള്ള ഇതാണ്. അല്ലാത്ത കുറേ യാത്രകൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു റൈഡ് ഫിക്സ് ചെയ്യുമ്പോൾ അന്ന് കൊറോണയുടെ സമയമാണ്. അപ്പം ഒരുപാട് സ്റ്റേറ്റുകളിൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ബൈക്ക് കൊണ്ട് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റുകളിൽ പോലും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിൽ കൽക്കട്ട പോയിട്ട് അവിടെ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ മോനൊരു ബൈക്കുണ്ട് ഹിമാലയൻ, അതിൽ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഹിമാലയം യാത്ര തുടങ്ങുന്നത്. അവിടെ നിന്ന് ഞാൻ ബാഗ്ദോഗ്ര വഴി, സിലിഗുരി വഴി, കാലിംപോങ് അങ്ങനെ കവർ ചെയ്ത് സിക്കിമിൽ ഗാങ്ടോക്ക് വരെ പോയി. ഗാങ്ടോക്കിൽ നിന്ന് പിന്നെ കുറേ ദിവസം 5 ദിവസം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്തു. ഫസ്റ്റ് ഹിമാലയൻ യാത്രയിൽ ഉണ്ടായ സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? ഒരുപാട്. ആദ്യമായിട്ടല്ലേ നമ്മൾ പോകുന്നത്, ഈ ടെറൈൻ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. മീൻസ് ഇത് പോകുന്നത് ടീസ്ത നദിയുടെ കരയിൽ കൂടെയാണ്. ഈ ടീസ്ത നദി എന്ന് പറയുന്നത് ഭയങ്കര താഴ്ചയാണ്. നമ്മൾ ചിലപ്പം ഈ ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കാൻ ഒരു പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണല്ലോ, അപ്പോൾ കൂടുതൽ മലയായിരിക്കും ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ. തിരിച്ചു വരുമ്പോഴായിരിക്കും ഈ സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് പിടിച്ച് പതുക്കെ ഒതുങ്ങിയൊക്കെ പോകും. നമ്മൾ എക്സ്പീരിയൻസിലാണ് എങ്കിലും നമുക്കൊരു പേടിയായിരിക്കും. അതങ്ങനെ പോയി ഗാങ്ടോക്കിൽ അവിടെ ചെന്നു. അവിടെ പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ മോശം ടെറൈൻസ് ഉണ്ട്. അതുവഴിയൊക്കെ റൈഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കിതൊരു ഭയങ്കര വിഷയമായിട്ടേ തോന്നിയില്ല. പിന്നെ എനിക്ക് അവിടെ വെച്ച് അത് പറയാൻ നമ്മളെക്കാളും ഈ പ്രചോദനം നൽകുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അവിടെ വെച്ചിട്ട് ഒരു പയ്യനെ കണ്ടു, പാലക്കാടുള്ള പയ്യന. അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു US കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ ഒരു മൈസൂർ ഒരു സംഭവം. അപ്പം ഈ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇവൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിലൊരു പ്രത്യേകതയുണ്ട്. അതായത് 1985 മോഡൽ SD ആണ്. ഈ SD ഇവൻ മോഡിഫൈ ഒക്കെ ചെയ്ത് വേറെല്ല എഞ്ചിനൊക്കെ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ വണ്ടി വെച്ച് ഓടിച്ചു പോകാൻ ഒരു പാടായിരിക്കും, പേടിയായിരിക്കും. കാരണം ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, ഈ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഹിമാലയൻ റീജിയനിൽ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബൈക്ക് റൈഡ് പോകുന്ന സമയത്ത് ഇതിന്റെ ഫുൾ ടെക്നിക്കലും നമ്മൾ പഠിച്ചിരിക്കണം. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മളത് പഠിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. കാര്യം ഈ ടെറൈനിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബൈക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു 5 കിലോമീറ്ററോ 6 കിലോമീറ്ററോ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കട ഉണ്ടെങ്കിലും ഓക്കെ, ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഈ ബൊലേറോ ട്രക്കാണ് അതിൻ്റെ എടുത്ത് വെച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അപ്പം മൊത്തം നമുക്ക് നമ്മുടെ പ്ലാൻ മാറും, എക്സ്പെൻസ് കൂടും, പ്ലാൻ മാറും, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവൻ ഇതെന്താണ് ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ചെയ്തത്? അപ്പം ഞാൻ പുള്ളിയെ പോയി കണ്ടു. പുള്ളി ഇതിൽ ഭയങ്കര പാഷൻ, കൊച്ചുമേന ഭയങ്കര പാഷനുള്ളൊരു കക്ഷിയാണ്. അവൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയങ്കര മോട്ടിവേഷനായി. അവൻ ഇത്രയും ദിവസം ഈ ഒരു വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഇത് കൊണ്ടുവരുന്നു. ഇവൻ കുറേ കൂടെ ദിവസങ്ങൾ എടുത്ത് കറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ആ ഒരു റീജിയൻ പോയി, തവാങ് പോയി, അരുണാചൽ നല്ല സ്ഥലമാണ്. അതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്. ഞാനൊരു ആളിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അതായത് ഒരു പട്ടാളക്കാരൻ.
പുള്ളിയുടെ എന്താണ് പുള്ളിയുടെ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരന് ബീഹാറുകാരനാണ്. ഈ പുള്ളി ഇന്ത്യ ചൈന വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളം വിഡ്രോ ചെയ്തോളാൻ പറഞ്ഞു, പിന്മാറിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും പിന്മാറില്ല, ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ ജീവിക്കും. ഈ അവസ്ഥയിലാണ് പുള്ളി. അവിടെ നിന്ന് ഫൈറ്റായിരുന്നു ഭയങ്കര. അപ്പം ബാക്കി എല്ലാവരും ഇറങ്ങിയല്ലോ, 3-4 പോസ്റ്റ്. ഈ 3-4 പോസ്റ്റിൽ നിന്ന് പുള്ളി ഫയർ ചെയ്തിട്ട് ഈ ചൈനീസ് പട്ടാളം ഈ മലയിലോട്ട് കയറാതിരിക്കാനുള്ള ഒരു പ്രതിരോധം നടത്തി. അപ്പോൾ ഈ പുള്ളിക്ക് സപ്ലൈ, അതായത് ആഹാരമൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരു 2 പെൺകുട്ടികളുണ്ടായിരുന്നു, സേലയും നൂറ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സേലയും പുള്ളി ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ. അപ്പം ചൈനീസ് പട്ടാളം വിചാരിച്ച മുകളിലൊരു വലിയ ടീമുണ്ട്, അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഒരാളിനെ പിടിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അവിടെ പുള്ളിയുടെ ഇതിൽ നിന്ന് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത് ഇതിൽ ഒരാളെ ഉള്ളൂ. ഇതവർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. ഇവരും 4 സൈഡിൽ നിന്നും കവർ ചെയ്ത് ഇവരെ പിടിച്ചിട്ട് പുള്ളിയുടെ തല വെട്ടിയെടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി, ചൈനയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ പുള്ളി ഏകദേശം 130 എത്രയും ചൈനീസ് പട്ടാളക്കാരെ കൊന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഇത് ഞാനൊരു ഇതിൽ വായിച്ചിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് അറിയണമല്ലോ. ഇതെൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ കിടക്കും. അതിനു വേണ്ടി മാത്രം ഞാൻ തവാങ്ങിൽ പോയി. അപ്പോൾ ഓൺ ദി വേയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ജസ്വന്ത് സിംഗ് വാർ മെമ്മോറിയൽ. അവിടെ ചെന്നപ്പോൾ സംഭവമൊക്കെ സത്യമാണ്. കാര്യം ഇത്രയും പേരുടെ ഈ ബോഡിയും അവിടെ ഓരോരുത്തരുടെ പേരും വെച്ചിട്ട് ചൈനീസ് പട്ടാളക്കാരത് പുള്ളിയുടെ ഒരു മെമ്മോറിയലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയ സ്ഥലം, ഇപ്പം നമ്മൾ സെലാപാസ് എന്ന് പറയുന്നില്ലേ, ഈ സെലാപാസ് എന്ന് പറഞ്ഞ സാധനം ആ സെലയുടെ പേരിലുള്ളതാണ്. സെല നൂറ എന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടികൾ. അതെ. അയ്യോ, അങ്ങനത്തെ അസാധ്യമായ കഥകൾ നിറഞ്ഞൊരു സ്ഥലവും കൂടെയാണ് അവിടെ. ഈ യുദ്ധത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് നമ്മളൊക്കെ വിചാരിക്കും ഈ പട്ടാളക്കാരെന്ന് പറയുമ്പം പെൻഷനായിട്ട് വന്നിട്ട് വീരകഥകൾ പറഞ്ഞ് മറ്റേ നമുക്ക് ആ റേഞ്ച് തള്ളി മറിക്കുന്നത്. പക്ഷെ നമുക്ക് ആ റേഞ്ച് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓരോ പട്ടാളക്കാരും അവിടെ എന്താണ് ചെയ്യുന്നത്, അവർ ഏത് ക്ലൈമറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയൊക്കെ ഐസിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇത്രയും ഐസിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിടുന്ന കഷ്ടപ്പാട്, അത് ഓഫീസേഴ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാ ആൾക്കാരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ ടെറൈനിൽ കഷ്ടപ്പെടുന്നത് അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മൾ നമിച്ചു പോകും ശരിക്കും. ഈ ഹിമാലയൻ റീജിയണിൽ നമുക്ക് ഇവരുടെ സപ്പോർട്ടില്ലാതെ പോകാനേ പറ്റില്ല. പക്ഷേ അവർ ഈ പ്രയാസങ്ങളൊന്നും അവർ നമ്മളടുത്ത് കാണിക്കില്ല. അവർ നമ്മളടുത്ത് ഭയങ്കര. ഇനി മലയാളികൾ എത്രയോ പേര് എന്നെ വിളിച്ചുകൊണ്ടിട്ട് അവരുടെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു, ചായയൊക്കെ വാങ്ങിച്ചു തന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്പർ തരും. പിന്നെ അവർ വേണമെങ്കിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും, ഇതൊക്കെ തരും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ റൈഡ് ചെയ്ത് വേറെ സ്ഥലത്ത് ഹിമാലയത്തിൻ്റെ ഒരു മൂലയിൽ പോയെന്ന് വെച്ചോ, റൈഡ് ചെയ്യാതെ തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു മലയാളി വേറൊരു മലയാളിയെ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായാലും ഒരു പ്രത്യേക ഇതല്ലേ. അപ്പം ഇവരെത്രയോ ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ്. ലോകത്തിന്റെ കോണിൽ എവിടെയെങ്കിലും ഒരു മലയാളി കാണും. അതെ, എത്രയോ ദിവസമായിട്ട് അവരവിടെ കിടക്കുകയാണ്. നമ്മൾ പോയി കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും അവർക്ക് ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര റിലീഫാണ്. നമ്മളടുത്ത് സംസാരിക്കുക, നമ്മളൊരു വീട്ടുകാരടുത്ത് അവർ സംസാരിക്കുമ്പോൾ നമ്മളടുത്ത് സംസാരിക്കുന്ന നാട്ടിലെ വേറെ ഭാഷ സംസാരിക്കുന്ന. അതെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്.